എന്നോട് എൻ്റെ ഒരു സുഹൃത്ത് ഈ അടുത്ത് ചോദിച്ചു, ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടത് എന്നാണ്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടത് എന്താണ്? സങ്കടമാണ് ഏതൊരു മനുഷ്യനും കൂടുതലുള്ളത് അല്ലേ? സന്തോഷം എപ്പോഴെങ്കിലും വരുന്ന ഒരാൾ മാത്രമാണ്. സങ്കടം നമ്മുടെ വീട്ടിലുള്ള ആളാണ്, അയാളെപ്പോഴും കൂടെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ആലോചിച്ചു, എപ്പോഴായിരിക്കും ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടത്? കുറച്ച് നേരം ഇങ്ങനെ ആലോചിച്ചപ്പോഴേക്കും അതിൻ്റെ ഉത്തരം കിട്ടി. ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടത് എന്താണെന്നറിയോ? അതാരോടും പറയാൻ പോലും പറ്റുന്നില്ല അന്ന്. അതാണ്. വേറെയുള്ള സങ്കടങ്ങളൊക്കെ ഷെയർ ചെയ്യാനൊക്കെ പറ്റുമല്ലോ. എൻ്റെ ഉപ്പ മരിച്ചത് 2015-ലാണ്. ഉമ്മ 2013 മരിച്ചു. ഉപ്പ 2015 മരിച്ച് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു, 3-4 മാസങ്ങൾ കഴിഞ്ഞ് ഒരു ദിവസം വാട്സാപ്പിലെ കോണ്ടാക്റ്റ് ഇങ്ങനെ നോക്കുകയാണ് വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ കോണ്ടാക്റ്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഉപ്പാൻ്റെ നമ്പറിൽ ആരോ വാട്സാപ്പ് എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ആ ഫോട്ടോ നോക്കിയപ്പോൾ എനിക്ക് അറിയാത്ത ഒരാളാണ്. കാരണം എന്താണെന്നറിയാം, കുറച്ച് കാലം ഒരാളൊരു നമ്പർ ഉപയോഗിക്കാതിരുന്നാൽ കമ്പനി അത് വേറെ ആൾക്ക് കൊടുക്കും. അങ്ങനെ ആർക്ക് കൊടുത്തതാണ്. സ്വാഭാവികമായിട്ടും ആ നമ്പർ ഇപ്പോൾ അയാളുടെ നമ്പറാണ്, അയാളതിൽ വാട്സാപ്പ് എടുക്കുകയും ചെയ്തു. അപ്പോൾ ഇനി ആ നമ്പർ എൻ്റെ ഫോണിൽ വെക്കേണ്ട ആവശ്യമില്ല. ഞാൻ ആ നമ്പർ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. പക്ഷെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഞാൻ ഏത് നമ്പറാണ് ഡിലീറ്റ് ചെയ്തത്? എന്നാണ് ഞാൻ എൻ്റെ ആ പേര് സേവ് ചെയ്തിരുന്നു, ഉപ്പാൻ്റെ പേര് സേവ് ചെയ്തിരുന്നു. ഞാൻ ജീവിതത്തിൽ ഒരിക്കലും ഉപ്പാന്ന് വിളിച്ചിട്ടില്ല, ഇപ്പാന്നേ വിളിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് എന്നുള്ള പേരിലാണ് സേവ് ചെയ്തത്. എന്നുള്ള ആ നമ്പറിൽ നിന്ന് ആയിരക്കണക്കിന് പ്രാവശ്യം എൻ്റെ ഫോണിലേക്ക് എന്നെ തേടി വന്നതാണ് വിളികൾ. ഇനി അങ്ങനെ ഒരാൾ വിളിക്കില്ല എന്ന് മാത്രമല്ല, ഇനി ആ നമ്പർ പോലും എൻ്റെ ഫോണിലില്ല. അപ്പോഴാണ് ശരിക്കും കണ്ണ് നിറഞ്ഞു പോയത്. അതുകൊണ്ട് ഉപ്പ കോളിംഗ് അല്ലെങ്കിൽ അച്ഛൻ കോളിംഗ്, ഫാദർ കോളിംഗ് എന്ന് നിങ്ങളുടെ ഫോണിലേക്ക് ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും വലിയ ഭാഗ്യവാന്മാരാണ്, ഒരു സംശയം വേണ്ട. കാരണം അത് കൊതിക്കുന്ന എത്രയോ ആളുകൾ ലോകത്തുണ്ട്. അച്ഛൻ കോളിംഗ് അല്ലെങ്കിൽ അമ്മ കോളിംഗ് എന്നിങ്ങനെ കാണാൻ വേണ്ടിയിട്ട് കൊതിക്കുന്ന ആളുകളുണ്ട് ലോകത്ത്. അങ്ങനെ ഒരു അവസ്ഥയിലല്ല നിങ്ങളുള്ളതെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. അതുകൊണ്ട് നമ്മുടെ കൂടെയുള്ള മനുഷ്യന്മാർ നമ്മൾ കാരണം ഹാപ്പി ആവണം എന്നുള്ളതാണ് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന്. അതിനെന്ത് വേണമെന്ന് പറയുക, നിങ്ങൾ നമുക്കൊരു മിഷൻ ഉണ്ടാവണം, നമ്മളെവിടെയെങ്കിലുമൊക്കെ എത്തണം. കാരണം നമ്മളെവിടെയെങ്കിലും എത്താനുള്ള ഒരു ശക്തിയും അഗ്നിയും നമ്മുടെ ഉള്ളിൽ നമ്മളെ സൃഷ്ടിച്ചവനായ ദൈവം തന്നെ നിക്ഷേപിച്ചു തന്നിട്ടുണ്ട്. ആ എയിം നമ്മൾ കാണാതെ പോയാലുള്ള അവസ്ഥ എന്തായിരിക്കും? അല്ലെങ്കിൽ ആ എയിമിലേക്ക് എത്താൻ നമുക്ക് തടസ്സമായി ചില കാര്യങ്ങളെ നമ്മൾ തന്നെ കൊണ്ടുവന്നാലുള്ള അവസ്ഥ എന്തായിരിക്കും? അതാണ് പലപ്പോഴും സംഭവിക്കുക അല്ലേ? നമ്മളെത്തേണ്ട ഒരു എയിമിൽ നിന്ന് നമ്മളെ പിടിച്ചു വലിക്കുന്നത് പലപ്പോഴും എന്തായിരിക്കും? നമ്മളുണ്ടാക്കി വെച്ച മതിലുകൾ തന്നെ ആയിരിക്കും അല്ലേ? അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നായിട്ട് എനിക്ക് തോന്നാറുള്ളത് പ്രണയമാണ്. പ്രണയമാണോ സൗഹൃദമാണോ നല്ലത് നിങ്ങളുടെ അഭിപ്രായത്തിൽ? സൗഹൃദം. വെരി ഗുഡ്. ഒരു കൈ അടിക്കും നിങ്ങൾ കൈയടിച്ചത് എനിക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ. കാരണം എന്താണെന്ന് പറയുക, നിങ്ങൾ ഉയരെ എന്ന് പറഞ്ഞ സിനിമ കണ്ടിരുന്നല്ലേ? അത് കണ്ടാൽ ശരിക്കും മനസ്സിലാവും. ആസിഫ് അലിയുടെ കഥാപാത്രത്തിൻ്റെ ഉള്ളിലുള്ളത് പ്രണയമാണ്, ടോവിനോയുടെ കഥാപാത്രത്തിൻ്റെ ഉള്ളിലുള്ളതോ സൗഹൃദമാണ്. പ്രണയം ആ പെൺകുട്ടിയുടെ ചിറകുകൾ അരിയാനാണ് ശ്രമിച്ചത്, സൗഹൃദം ആ പെൺകുട്ടിക്ക് പുതിയ ചിറകുകൾ വെച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അതാണ് എൻ്റെ പ്രത്യേകത. പ്രണയം കുപ്പിയിലടച്ചിട്ട കുറച്ച് വെള്ളമാണെങ്കിൽ സൗഹൃദം ഒരു സമുദ്രമാണ് എന്നതാണ് അതിൻ്റെ പ്രത്യേകത. ആ കുപ്പിയിലടച്ചിട്ട വെള്ളം നല്ല കളർ വെള്ളമൊക്കെയാണ് കേട്ടോ, കാണാൻ ഭയങ്കര രസമുള്ള വെള്ളമാണ്. പക്ഷെ കുപ്പിയിലടച്ചിട്ട വെള്ളമാണ്. നിങ്ങൾക്ക് അതിനപ്പുറത്തേക്ക് പോകാൻ കഴിയില്ല. അയാളൊന്ന് മിണ്ടിയിട്ടില്ലെങ്കിൽ, അയാളൊന്ന് റിപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ, നീലട്ടിക്കുകൾ വന്നിട്ടും അയാളൊന്ന് മൈൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ, അയാൾ നമ്മളെ ഒന്ന് അവഗണിച്ചാൽ, അയാൾ വേറൊരാളോട് സംസാരിച്ചാൽ ഒക്കെ നമുക്കുണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ. സത്യത്തിൽ നമ്മുടെ എനർജി മുഴുവനും നമ്മളൊരൊറ്റ ആളിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുന്നതിൻ്റെ പേരാണ് പ്രണയം. ആ എനർജി മുഴുവനും ഒരുപാട് ആളുകളിലേക്ക് നമ്മളിങ്ങനെ കൊടുക്കുമ്പോൾ ഉണ്ടാവണം, നമ്മൾ ഹാപ്പി ആയിരിക്കും. അതുകൊണ്ട് പലപ്പോഴും എന്താ സംഭവിക്കുന്നതെന്ന് അറിയാം, നിങ്ങൾ പ്രണയത്തിലേക്ക് മനുഷ്യന്മാർ വീണു പോകുക ചെയ്യുക. അങ്ങനെ തന്നെയാണ് പ്രയോഗവും. ഫാളിങ് ഇൻ ലവ് എന്നാ പറയുക. ഫാളിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? വീണു വീഴുന്ന. അവിടെ നിന്ന് ആരും എഴുന്നേറ്റ് വന്നിട്ടില്ല.
എല്ലാവരും വീണ് കിടക്കുകയാണ് ചെയ്യാമെന്നറിഞ്ഞാലും ആളുകൾ പിന്നെയും പോയിട്ട് അവിടെ വീഴുകയും ചെയ്യും അല്ലേ? പൊറോട്ട കഴിക്കുന്ന പോലെയാണ്. ഇന്നാൾ ആരോ പറഞ്ഞില്ലേ, പൊറോട്ട കേടാന്ന് എല്ലാവർക്കും അറിയാം, എന്നാലും കഴിക്കുമെന്ന് പറഞ്ഞില്ലേ? ഇതേപോലെയാണ്. ഈ ഒരു അവസ്ഥയിൽ എങ്ങാനും നിങ്ങൾ വീണു പോയാലുണ്ടല്ലോ, സംഭവിക്കുന്നത് എന്തായിരിക്കും എന്നറിയാം? നിങ്ങളുടെ പല ലക്ഷ്യങ്ങളിൽ നിന്നും അത് നിങ്ങളെ പിറകോട്ട് കൊണ്ടുപോകും. പക്ഷെ നിങ്ങൾക്ക് നല്ല സൗഹൃദങ്ങളാണുള്ളതെങ്കിൽ നിങ്ങളുടെ ഉയരങ്ങളിലേക്ക്, പുതിയ ഉയരങ്ങളിലേക്ക്, പുതിയ ആകാശങ്ങളിലേക്ക് നിങ്ങളുടെ സൗഹൃദങ്ങൾ നിങ്ങളെങ്ങനെ പറത്തുകയാണ് ചെയ്യുക. അതാണ് എൻ്റെ പ്രത്യേകത. ബ്രിട്ടീഷുകാർ നമ്മളോട് ചെയ്തത് എന്താണെന്ന് നമുക്കറിയാലോ അല്ലേ? ദ്രോഹമാണ്. അവർ പൈസക്കാരായത് എങ്ങനെയാണ് എന്നും നമ്മൾ പാവപ്പെട്ടവരായത് എങ്ങനെയാണ് എന്നും അറിയാൻ ഒരു ചെറിയ പുസ്തകം വായിച്ചാൽ മതി. ദാദാഭായ് നവോറജി എന്ന് കേട്ടില്ലേ? കോൺഗ്രസിൻ്റെ 3ാമത്തെ പ്രസിഡൻ്റാണ്. അദ്ദേഹം എഴുതിയൊരു പുസ്തകമുണ്ട്, പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട്. ആ പുസ്തകത്തിൽ പറയുന്നുണ്ട് ബ്രിട്ടീഷുകാർ എങ്ങനെയാണ് നമ്മളെ കൊള്ളയടിച്ചതെന്ന്. എന്നിട്ട് നിങ്ങൾ ആലോചിച്ചു, ആ ബ്രിട്ടീഷുകാരെ ഇവിടുന്ന് ഓടിക്കാൻ ഗാന്ധിജി കണ്ടെത്തിയ മാർഗം എന്തായിരുന്നു? അവരെ സുഹൃത്തുക്കളാക്കുക എന്നുള്ളതായിരുന്നു. കാരണം അവർ ശത്രുക്കളാക്കിയിട്ട് കാര്യമില്ല എന്ന് ഗാന്ധിജിക്ക് മനസ്സിലായി. കുറേ കാലം ശത്രുക്കളാക്കിയല്ലോ, എന്നിട്ട് അവർ പോയോ? ഇല്ല. അപ്പോൾ ഗാന്ധിജി അതിന് കണ്ട മാർഗം എന്തായിരുന്നു? അവരെ ചങ്ങാതിമാരാക്കുക എന്നുള്ള. അതാ ചെയ്തത്. മൗണ്ട് ബാറ്റൻ പ്രഭുവിനെ കേട്ടിട്ടില്ലേ? ഗാന്ധിജിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു. അദ്ദേഹത്തിൻ്റെ അനന്തരവനുണ്ട് ഫിലിപ്പ് രാജകുമാരൻ. അദ്ദേഹം കല്യാണം കഴിക്കാൻ പോവുകയാണ്. എലിസബത്ത് രാജകുമാരിയാണ് വധു. ആ കല്യാണം നിശ്ചയം നടക്കുന്നുണ്ട്. ഗാന്ധിജിയെ വിളിച്ചു, ഗാന്ധിജിക്ക് വരാൻ പറ്റിയില്ല. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഗാന്ധിജി ഒരു സമ്മാനം കൊടുത്തയച്ചു. ഒരു ടേബിൾ ഷീറ്റാണ്, തുണി കൊണ്ടുണ്ടാക്കിയ. എന്നിട്ട് ആ തുണി കൊണ്ടുണ്ടാക്കിയ ടേബിൾ ഷീറ്റിൻ്റെ കൂടെ ചെറിയൊരു കത്ത് വെച്ചിട്ടുണ്ട്. ആ കത്തിൽ പറയുന്നുണ്ട്, ഇത് ഞാൻ എൻ്റെ കൈകൊണ്ടുണ്ടാക്കിയതാണ്, ഇത് നിങ്ങളുടെ അനന്തരവനും അവൻ്റെ രാജകുമാരിക്കും കൊടുക്കണം, എൻ്റെ സമ്മാനമാണ്. എന്നിട്ട് എന്നും സ്നേഹിക്കാൻ പറയാം അവരോട്. മനുഷ്യന്മാർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാനും പറയണം. സ്നേഹത്തോടെ ബാപ്പു. ഇതായിരുന്നു കത്തിലുണ്ടായിരുന്നു. ആ കത്തും ആ സമ്മാനവും എലിസബത്ത് രാജകുമാരിയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് മൗണ്ട് ബാറ്റൻ പ്രഭു പറയുന്നുണ്ട്, നിൻ്റെ ഏറ്റവും വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ വെച്ച പെട്ടിയിൽ ഈ സമ്മാനം കൊണ്ടുപോയി വെക്കണം. ഏറ്റവും വിലപിടിപ്പുള്ള രത്നങ്ങളൊക്കെ വെച്ച പെട്ടിയില്ലേ, ആ പെട്ടിയിൽ കൊണ്ടുപോയിട്ട് വെക്കണം. എന്നിട്ട് എന്താ അതിൻ്റെ കാരണം പറഞ്ഞതെന്നറിയോ? നമ്മൾ ബ്രിട്ടീഷുകാരുണ്ടല്ലോ, ഒരു ചങ്ങാതി മറ്റൊരു ചങ്ങാതിയോട് യാത്ര ചോദിക്കുന്നത് പോലെ ഇന്ത്യയിൽ നിന്ന് പോകണം എന്നാഗ്രഹിക്കുന്ന വലിയൊരു മനുഷ്യൻ തന്ന സമ്മാനമാണ്. ഒരു ശത്രു മറ്റൊരു ശത്രുവിനോട് യാത്ര ചോദിച്ചു പോകുന്നത് പോലെയല്ല, ഒരു ചങ്ങാതി മറ്റൊരു ചങ്ങാതിയോട് യാത്ര പറഞ്ഞു പോകുന്നത് പോലെ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടണമെന്ന് ആഗ്രഹിച്ച വലിയൊരു മനുഷ്യൻ തന്ന സമ്മാനമാണ്. അതായിരുന്നു ഗാന്ധി. സൗഹൃദമാണ് ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും നല്ല ലഹരിയാണ് സൗഹൃദം. വീടിൽ നിന്ന് കിട്ടുന്ന, അങ്ങാടിയിൽ നിന്ന് കിട്ടുന്ന പെട്ടിയിൽ കുപ്പിയിലുള്ള വെള്ളമൊന്നുമല്ല ലഹരി എന്ന് പറയുന്നത്. ആരെങ്കിലും കൊണ്ടുവന്ന് തരുന്ന പൊതിയൊന്നുമല്ല ലഹരി. നല്ല ചങ്ങാതിമാരാണ് ലഹരി, നല്ല കുടുംബമാണ് ലഹരി, വാപ്പയും ഉമ്മയുമാണ് ലഹരി, നമ്മുടെ ഇക്കാക്കയും ഇത്താത്തയുമാണ് ലഹരി. അതൊക്കെയാണ് ലഹരി എന്ന് പറയുന്നത്. അപ്പോൾ ആ ലഹരിയെ നമ്മൾ തിരിച്ചറിയുകയും, അവസാനമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, മനുഷ്യന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അതായിരിക്കണം നമ്മുടെ 2ാമത്തെ മിഷൻ. ഒന്ന്, നമ്മളെവിടെയെങ്കിലുമൊക്കെ എത്തണം. 2ാമത്തത്, നമ്മൾ കാരണം ഒരാളെങ്കിലും എവിടെയെങ്കിലുമൊക്കെ എത്തണം. അതാണ് 2ാമത്തെ മിഷൻ. ഒന്നും വേണ്ട, നമ്മൾ കാരണം കുറച്ച് ആളുകൾ പുഞ്ചിരിക്കെങ്കിലും വേണം. ഇത്ര മതി. കാരണം നിങ്ങളുടെ പ്രായത്തിലുള്ള കുട്ടികളാണ് പ്രളയം വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ മണ്ണിലേക്കും ചെളിയിലേക്കും ഇറങ്ങിയത്. അവരായിരുന്നു ഏറ്റവും കൂടുതൽ അധ്വാനിച്ചത്, നിങ്ങളായിരുന്നു. യാതൊരു സംശയമില്ല അതിൽ. കവളപ്പാറയിലും മറ്റ് ദുരന്ത നടന്ന മേഖലയിലൊക്കെ നമ്മൾ പോയിരുന്നു. കുറേ ദിവസം അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ പ്രായത്തിലുള്ളവരൊക്കെ ഇങ്ങനെ കൈകെട്ടി നിൽക്കിയിരുന്നു, അഭിപ്രായമൊക്കെ പറയുന്നു. പക്ഷെ നിങ്ങളുടെ പ്രായത്തിലുള്ളവരുണ്ടല്ലോ, ആ ചെളിയിലായിരുന്നു, ആ മണ്ണ് വാരിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ നിങ്ങളുടെ ഉള്ളിലുള്ള വലിയൊരു ക്രിയേറ്റിവിറ്റി ഉണ്ട്, നിങ്ങളുടെ ഉള്ളിലുള്ളൊരു മനുഷ്യസ്നേഹമുണ്ട്. ഒരുപക്ഷെ പഴയ തലമുറയിലുള്ളതിനേക്കാളുണ്ട് നിങ്ങളുടെ തലമുറയിൽ സ്നേഹവും കരുതലും ഒക്കെ. ശരിക്കും യാതൊരു സംശയമില്ല. അങ്ങനെ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, ഈ പണ്ട് കാലങ്ങളിലൊക്കെ ശരീരം കുഴഞ്ഞ ആളുകളില്ലേ, പാരലൈസ്ഡ് ആയ ആളുകൾ, അവരൊക്കെ കാലാകാലം അങ്ങനെ കിടക്കലാണ്. ഒരാൾ പോലും അവരുടെ അടുത്തേക്ക് എത്തൂല. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് പാലിയേറ്റീവ് ക്ലിനിക്കുകളിൽ ചെന്നാൽ അവിടെ ഉള്ളത് മുഴുവനും നിങ്ങളാണ്.
നമ്മുടെ ഓരോ സേവന കേന്ദ്രങ്ങളിലുള്ളത് നിങ്ങളാണ്. ഒരു LKG കുട്ടിക്ക് പോലും ഉണ്ടാക്കാൻ